Hello everyone, welcome to Big Learning. KCB വർക്കർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഈ സീരീസ് നിങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നു, നിങ്ങൾക്കെല്ലാം ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നു എന്നറിഞ്ഞതിൽ ഏറ്റവും സന്തോഷം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഏതൊരു എക്സാമിനും അത്യാവശ്യമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സ്. ഇത് സ്റ്റേറ്റ് ലെവൽ എക്സാമിന് മാത്രമല്ല, നാഷണൽ ലെവൽ പോലും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും, ഏതൊരു ഏജൻസിയുടെ കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സിലബസ് ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഫണ്ടമെൻ്റൽസ് തൊട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് മെഷർമെൻറ്റ്സ്. ഓരോ എക്സാം മാറുന്ന അനുസരിച്ച് ക്വസ്റ്റ്യൻ്റെ ഗ്രാവിറ്റി മാറും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതർവൈസ് ദ ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്നത് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു സീരീസിൻ്റെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞ എക്സാമുകളിൽ ഇതേ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ്റെ ഒപ്പം അതുമായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള തിയറിയും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടാവും. ഓക്കെ, സോ വെൽക്കം വൺസ് അഗൈൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈമറി പർപ്പസ് ഓഫ് ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സ്. ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സിൻ്റെ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് പർപ്പസ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സ്? ഏതൊരു മെഷർമെൻറ്റിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺനോൺ ക്വാണ്ടിറ്റി എത്രയാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അൺനോൺ ക്വാണ്ടിറ്റിയെ ഒരു നോൺ ക്വാണ്ടിറ്റി, ഇപ്പോൾ രണ്ട് വാക്കുകൾ ഇവിടെ പഠിക്കണം, അൺനോൺ, നോൺ. ഒരു നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു ക്വാണ്ടിറ്റിയെ അറിയാവുന്ന ഒരു സ്കെയിലുമായിട്ട്, അൺനോൺ ക്വാണ്ടിറ്റിയെ നോൺ ക്വാണ്ടിറ്റിയായിട്ട് കമ്പയർ ചെയ്തിട്ട് അൺനോൺ ക്വാണ്ടിറ്റിയുടെ വാല്യൂ എത്ര. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു പെന്നിൻ്റെ ലെങ്ത് മെഷർ ചെയ്യണം. അപ്പം നമ്മളൊരു സ്കെയിൽ വെച്ച് നോക്കും. സ്കെയിലിൽ എല്ലാ വാല്യൂസും കൊടുത്തിട്ടുണ്ടാവും അല്ലേ? 5 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അതാണ് നോൺ ക്വാണ്ടിറ്റി. അത് വെച്ച് മെഷർ ചെയ്തിട്ട് പെന്നിൻ്റെ നീളം നമ്മൾ അനലൈസ് ചെയ്യും അല്ലേ? സോ അതാണ് ഏതൊരു മെഷർമെൻറ്റിൻ്റെയും അൾട്ടിമേറ്റ് എയിം. ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ് വരുമ്പോഴും വ്യത്യാസമല്ല. ഈ ഒരു നോൺ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഒരു നോൺ സ്റ്റാൻഡേർഡ് ഓഫ് വാല്യൂസ് വെച്ചിട്ടായിരിക്കും ഇലക്ട്രിക്കൽ മെഷറിംഗ് ഡിവൈസസ് കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ കാലിബ്രേറ്റ് ചെയ്ത ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി കാലിബ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് ഒരു നോൺ സ്റ്റാൻഡേർഡുമായിട്ട് ഓൾറെഡി കമ്പയർ ചെയ്ത് അറിയാവുന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ആക്കി മാറ്റിയിട്ടുണ്ടായിരിക്കും നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വോൾട്ട് മീറ്റർ, അമ്മീറ്റർ എല്ലാം. അത് വെച്ചിട്ടാണ് അൺനോൺ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഓൾ ദ മെഷർമെൻറ്റ്സ്. ഇനി ഈ ഒരു ഓപ്ഷൻ ആൻസേഴ്സ് ഈ തന്നിട്ടുള്ള സെറ്റിലുണ്ടോ എന്ന് നോക്കാം. ഓപ്ഷൻ എ, ഇൻക്രീസ് ഇലക്ട്രിക്കൽ പവർ. അതൊരു മെഷറിംഗ് ഡിവൈസിൻ്റെ ഒരു സ്കോപ്പേ അല്ല. സോ ദാറ്റ് ഈസ് റോങ്. ഓപ്ഷൻ ബി, ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആക്യുറേറ്റ്ലി. ഓക്കെ, ദാറ്റ് എഗ്രീസ്. ഓപ്ഷൻ സി, റെഡ്യൂസ് വോൾട്ടേജ്. അതും അല്ല. ഓപ്ഷൻ ഡി, ജനറേറ്റ് ഇലക്ട്രിസിറ്റി. അതേ അല്ല. സോ ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യനുമായിട്ട് ഏറ്റവും കൂടുതൽ എഗ്രി ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആക്യുറേറ്റ്ലി. എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ബൈ കമ്പയറിങ് ഇറ്റ് വിത്ത് ദ നോൺ ക്വാണ്ടിറ്റി, അഥവാ നോൺ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അൺനോൺ ക്വാണ്ടിറ്റി ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ ഐഡിയൽ റെസിസ്റ്റൻസ് ഓഫ് ആൻ അമ്മീറ്റർ ഈസ്. എത്രയാണ് ഓപ്ഷൻസ്? ഇൻഫൈനൈറ്റ്, 0, വെരി ഹൈ, ഈക്വൽ ടു ലോഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഐഡിയൽ, പ്രാക്ടിക്കൽ അല്ല ചോദിച്ചിരിക്കുന്ന ഐഡിയൽ എങ്ങനെ ആയിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അമ്മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നതിന് മുമ്പ് ആ ഒരു പോയിന്റ്സ് കൂടെ നമുക്ക് നോക്കാം. ഏതൊരു മെഷറിംഗ് സർക്യൂട്ടിലും നമുക്ക് ഒരു സർക്യൂട്ട് മനസ്സിലാക്കുക. അമ്മീറ്റർ എന്ന് പറയുന്നത് എന്താ മെഷർ ചെയ്യുന്നത്? അതാദ്യം പറഞ്ഞേ. അമ്മീറ്റർ എന്താ മെഷർ ചെയ്യുന്നത്? അമ്മീറ്റർ മെഷേഴ്സ് കറണ്ട്. അപ്പോൾ കറണ്ട് മെഷർ ചെയ്യുന്ന ഏതൊരു ഡിവൈസും ഒരു സർക്യൂട്ടിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്. സോ അമ്മീറ്റർ ഇസ് കണക്റ്റഡ് ഇൻ സീരീസ്. അല്ലെങ്കിൽ കറണ്ട് മെഷർ ചെയ്യുന്ന ഏതൊരു ഡിവൈസും സീരീസ് ആയിട്ടാണ് ആ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുക. ഓക്കെ, എങ്ങനെ കണക്ട് ചെയ്യണം? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ
ഏതൊരു മെഷറിംഗ് ഡിവൈസിനും അതിൻ്റെ അകത്ത് ഒരു സർക്യൂട്ട് വരും. അപ്പോൾ അതിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവാം. അപ്പോൾ ഈ അമ്മീറ്ററിനും ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവാം. അതിൻ്റെ റെസിസ്റ്റൻസ് എത്ര ആയിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അമ്മീറ്റർ എങ്ങനെയാണ്? സീരീസ് ആയിട്ടാണ് ഈ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എന്തായിരിക്കും? റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് R ആണെന്ന് വിചാരിക്കാം, ഇത് R1. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RN പ്ലസ് R1. എന്തുകൊണ്ടാണ്? അമ്മീറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ടോട്ടൽ റെസിസ്റ്റൻസ് വിൽ ബി RT പ്ലസ് RN അല്ലേ? അതിൽ സംശയമില്ലല്ലോ. അപ്പോൾ എന്താ സംഭവിച്ചു? നമ്മൾക്ക് കറണ്ട് മെഷർ ചെയ്യേണ്ട സർക്യൂട്ടിലേക്ക് നമ്മളൊരു മെഷറിംഗ് ഡിവൈസ് വെച്ചപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസും കൂടെ ആഡായി വന്നു. അത് നല്ലതാണോ? അല്ല. അപ്പോൾ ശരിക്കും ആ സർക്യൂട്ടിലുള്ള കറണ്ട് ആണോ നമുക്ക് കിട്ടുന്നത്? അല്ല. എന്താ? നമ്മൾ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കൂടെ വെച്ചു. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞിട്ടുള്ള കറണ്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആക്യുറേറ്റ് ആയിട്ടാണോ മെഷർ ചെയ്തത്? അല്ല. മെഷർമെൻറ്റിൻ്റെ ആക്യുറസി കുറഞ്ഞു. അപ്പോൾ മെഷർമെൻറ്റ് ആക്യുറേറ്റ് ആവാൻ എന്ത് ചെയ്യണമായിരുന്നു? ഈ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഇവിടെ വരാൻ പാടില്ലായിരുന്നു അല്ലേ? അപ്പം ഐഡിയൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മീറ്ററിന് റെസിസ്റ്റൻസ് ഉണ്ടാകാൻ പാടില്ല, അതായത് സീരീസ് ആയിട്ടൊരു റെസിസ്റ്റൻസ് ഉണ്ടാകാൻ പാടില്ല. Therefore, the ideal resistance has to be 0. Option B is the answer. ഓക്കെ, ഇനി ഐഡിയൽ റെസിസ്റ്റൻസ് ഇൻഫൈനൈറ്റ് അല്ലെങ്കിൽ വെരി ഹൈ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സർക്യൂട്ടിലേക്ക് അനാവശ്യമായിട്ടൊരു ഹൈ റെസിസ്റ്റൻസും കൂടെ ആഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും? കുറവായിരിക്കും. അതാണോ ശരിക്കും ആ സർക്യൂട്ടിലെ കറണ്ട്? അല്ല. അപ്പോൾ മെഷർമെൻറ്റ് ഇന്നാക്യുറേറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഒരു മെഷർമെൻറ്റ് ആക്യുറേറ്റ് ആകണമെങ്കിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന അമ്മീറ്ററിൻ്റെ ഐഡിയൽ റെസിസ്റ്റൻസ് ഹാസ് ടു ബി 0. ഡൗട്ട് ഉണ്ടോ? ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഐഡിയൽ റെസിസ്റ്റൻസ് ഓഫ് എ വോൾട്ട് മീറ്റർ ഈസ്. ഇപ്പോൾ വോൾട്ട് മീറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? വോൾട്ട് മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ പേരിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. വോൾട്ട് മീറ്റർ ദറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള ഡിവൈസ് എങ്ങനെയാണ് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യേണ്ടത്? അസ്യൂം എ സർക്യൂട്ട്. ഇതാ നമ്മുടെ സർക്യൂട്ട് എന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ സർക്യൂട്ടിൽ ഒരു ലോഡ് റെസിസ്റ്റർ ഉണ്ട്. ലോഡ് റെസിസ്റ്റർ. അപ്പോൾ ലോഡ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിനെ ക്രോസ് ആയിരിക്കും നമ്മൾ വോൾട്ടേജ് എടുക്കുന്നത്. അതാണ്, അതിനെ ക്രോസ് ആയിരിക്കും ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഔട്ട്പുട്ടിൻ്റെ വോൾട്ടേജ് ആണ് നമുക്ക് മെഷർ ചെയ്യാനുള്ളത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് മെഷർ ചെയ്യാനുള്ളത്. അപ്പോൾ വോൾട്ട് മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യണം? ഔട്ട്പുട്ട് വോൾട്ടേജ് ഏത് ടെർമിനലിലാണോ വരുന്നത് അതിന് ക്രോസ് തന്നെ എന്തായിരിക്കണം? നമ്മൾ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യണം. അപ്പോൾ വോൾട്ട് മീറ്റർ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? ഏത് സർക്യൂട്ട് എലമെൻറ്റിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണോ എടുക്കാനുള്ളത് ആ ടെർമിനൽസിൽ തന്നെ പാരലി വേണം വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അമ്മീറ്റർ നമ്മൾ എന്താ പഠിച്ചത്? അമ്മീറ്റർ സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. വോൾട്ട് മീറ്റർ എങ്ങനെ കണക്ട് ചെയ്യണം? പാരലായിട്ട് കണക്ട് ചെയ്യണം. ഏത് സർക്യൂട്ട് എലമെൻറ്റിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണോ എടുക്കേണ്ടത് ആ ടെർമിനൽസിന് പാരലായിട്ട് വേണം വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മീറ്റർ സീരീസ്, വോൾട്ട് മീറ്റർ പാരലൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത ഒരു വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വോൾട്ട് മീറ്ററിനായാലും അമ്മീറ്ററിനായാലും ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഞാൻ അതിനെ RIN എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അസ്യൂം ചെയ്യുകയാണെ ഇത് 0 ആണെങ്കിൽ എന്താണ് സിറ്റുവേഷൻ? ഐഡിയൽ റെസിസ്റ്റൻസ് ഓഫ് അമ്മീറ്റർ 0 അല്ലേ? അപ്പോൾ വോൾട്ട് മീറ്ററും 0 ആക്കിയിരുന്നാൽ എന്താണ് ഉപയോഗം? എന്താണ് പ്രശ്നം എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവും, സർക്യൂട്ടിൽ സപ്ലൈ ഉണ്ട്. അപ്പോൾ കറണ്ട് ഇവിടെ ഒന്ന് ബ്രാഞ്ച് ചെയ്യും. കറണ്ട് ഈ പോയിന്റിൽ ലെറ്റ് ദിസ് ബി ജംഗ്ഷൻ J1 അവിടെ വന്ന് ബ്രാഞ്ച് ചെയ്യുമ്പോൾ എന്താണ്? കറണ്ടിന് ലോഡ് റെസിസ്റ്റർ അസ്യൂം ഇറ്റ് ഈസ് എ 50 കിലോ ഓം ലോഡ്. ഇവിടെ വോൾട്ട് മീറ്ററിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്താണ്? 0. കറണ്ട് ഓൾവേസ് ടേക്ക് എ ലോ റെസിസ്റ്റൻസ് പാത്ത്. എന്താണ്? കറണ്ട് ഓൾവേസ് ടേക്ക് എ ലോ റെസിസ്റ്റൻസ് പാത്ത്. ഒപ്പോസിഷൻ കുറവുള്ള പാത്തേ കറണ്ട് എടുക്കുകയുള്ളൂ. അത് നമ്മളായാലും അങ്ങനെയല്ലേ? ഒരു സ്മൂത്ത് റോഡാണെങ്കിൽ നമ്മൾ ആ റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്യാനല്ലോ
ആലോചിക്കുന്നുള്ളൂ, അല്ലാതെ ഗട്ടറുള്ള റോഡിൽ കൂടെ പോകാൻ നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ. സോ ഒപ്പോസിഷൻ എവിടെ കുറവാണോ ആ പാത്താണ് കറണ്ട് എടുക്കുന്നത്. കറണ്ട് മീൻസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ വോൾട്ട് മീറ്ററിന്റെ റെസിസ്റ്റൻസ് 0 ആണ്. ദാറ്റ് മീൻസ് വോൾട്ട് മീറ്റർ ബൈപാസ്ഡ് ദ ലോഡ് റെസിസ്റ്റർ. ലോഡ് റെസിസ്റ്ററിനെ ബൈപ്പാസ് ചെയ്തിട്ട് ഒരു ലോ റെസിസ്റ്റൻസ് പാത്ത് വോൾട്ട് മീറ്റർ ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും? കറണ്ട് ലോഡ് റെസിസ്റ്ററിൽ കൂടെ പോവോ? ഇല്ല. കറണ്ട് ഓൾവേസ് ഫ്ലോസ് ത്രൂ ദ ലോ റെസിസ്റ്റൻസ്. ലോഡിൽ കൂടി ഫ്ലോ ചെയ്യില്ല. അപ്പോൾ വോൾട്ട് മീറ്ററിന്റെ ഐഡിയൽ ഇന്റേണൽ റെസിസ്റ്റൻസ് 0 ആയാൽ എന്താ പ്രശ്നം? ഇത് തന്നെയാണ് പ്രശ്നം. ദാറ്റ് വോൾട്ട് മീറ്റർ വിൽ ബൈപാസ് ദ സർക്യൂട്ട് എലമെന്റ്. അപ്പോൾ അത് ഒഴിവാവാൻ, അത് അവോയ്ഡ് ചെയ്യാൻ എന്തായിരിക്കണം? വോൾട്ട് മീറ്ററിന്റെ റെസിസ്റ്റൻസ് വെരി ഹൈ ആയിരിക്കണം. സോ ദാറ്റ് കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ സർക്യൂട്ട് എലമെന്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐഡിയൽ കേസ്, അതായത് ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ, ഐഡിയൽ കേസിൽ എങ്ങനെ പറയാൻ പറ്റും? ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ വോൾട്ട് മീറ്റർ ഹാസ് ടു ബി ഇൻഫൈനൈറ്റ്, വെരി ഹൈ, ഇൻഫൈനൈറ്റ്ലി ഹൈ. അപ്പോൾ ആ ഓപ്ഷൻ ഏതാ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. അപ്പോൾ 0 ആവാൻ പറ്റില്ല. അതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ഈക്വൽ ടു ലോഡ് റെസിസ്റ്റൻസ്. ലോഡ് റെസിസ്റ്റൻസ് ഈക്വൽ ആയാലും എന്ത് സംഭവിക്കും? കറണ്ട് ഇവിടെ സ്പ്ലിറ്റ് ആയി പോകും. അങ്ങനെ വരാൻ പാടില്ല. വോൾട്ട് മീറ്റർ കറണ്ട് കൺസ്യൂം ചെയ്യാൻ പാടില്ല. ഒരു മെഷറിംഗ് ഡിവൈസും പവർ കൺസ്യൂം ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മെഷർമെന്റിനെ അത് ബാധിക്കും. മെഷർമെന്റ് ഇന്നാക്യുറേറ്റ് ആയിപ്പോവും. ദെൻ ഓപ്ഷൻ ഡി 1 ohm എന്നാണ് കൊടുത്തിരിക്കുന്നത്. 1 ohm എന്ന് പറയുന്നതും ഈക്വൽ ടു 0 ohm ആണ്. ദാറ്റ് മീൻസ് ലോ റെസിസ്റ്റൻസ് ആണ്. അതും വരാൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആയോ? ലാസ്റ്റ് വൺ, ദ കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. കൊമേഴ്സ്യൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു ഇലക്ട്രിക്കൽ എനർജിയുടെ കൺസ്യൂമേഴ്സാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമുക്ക് ഏത് യൂണിറ്റിലാണ് അതിൻ്റെ വിനിമയം നടക്കുന്നത് എന്നുള്ള. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇപ്പോൾ മീറ്റർ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ നോക്കുന്നത്? കഴിഞ്ഞ തവണ ഇത്ര യൂണിറ്റ് ഉപയോഗിച്ചുള്ളൂ, ഇത്തവണ ഇത്ര അധികം യൂണിറ്റ് ഉപയോഗിച്ചു, അപ്പോൾ ഇത്ര അധികം രൂപ വന്നു അല്ലേ? അപ്പോൾ അതെന്താ പറയുന്നത്? യൂണിറ്റ് ഇസ് ദ കൊമേഴ്സ്യൽ യൂണിറ്റ്. ആ യൂണിറ്റിന്റെ പേര് തന്നെ യൂണിറ്റ് എന്നാണ്. അപ്പോൾ അതാണ് കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. പക്ഷെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ അതുണ്ടോ? ഇല്ല. പക്ഷെ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. അതേതാന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ യു ഹാവ് 4 ഓപ്ഷൻസ്: ജൂൾ, വാട്ട്, കിലോ വാട്ട് അവർ, വോൾട്ട്. അപ്പോൾ ഇതിൽ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്ന 2 എണ്ണേ ഉള്ളൂ. മറ്റത് പവറിൻ്റെ യൂണിറ്റ് ആണ് വാട്ട്, ഒന്ന് വോൾട്ടേജിൻ്റെ യൂണിറ്റ് ആണ് വോൾട്ട്. അപ്പോൾ ആ 2 ഓപ്ഷൻസും തെറ്റാണ്. ദ അതർ വൺ ഇസ് ജൂൾ ആൻഡ് കിലോ വാട്ട് അവർ. ഇതിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളത് കിലോ വാട്ട് അവർ. 1 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 1 കിലോ വാട്ട് അവർ. അതായത് ഇത്ര കിലോ വാട്ട് എന്ന് പറയുന്ന ചെറിയ യൂണിറ്റ് ആണ് പവറിൻ്റെ. ഇത്ര കിലോ വാട്ട് ഇത്ര സമയത്തേക്ക് ഉപയോഗിച്ചു. ദാറ്റ് ഇസ് 5 കിലോ വാട്ട്സ് 1 മണിക്കൂറിലത്തേക്ക് ഉപയോഗിച്ചു. അപ്പം അങ്ങനെയാണ് കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്ര കിലോ വാട്ട് അവർ, അതായത് ഇത്ര പവർ ഇത്ര സമയത്തേക്ക് ഉപയോഗിച്ചു. അപ്പോൾ അതാണ് കിലോ വാട്ട് അവർ. അപ്പോൾ ദാറ്റ് ഇസ് എ കൊമേഴ്സ്യൽ യൂണിറ്റ്. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു കൊമേഴ്സ്യൽ യൂണിറ്റ് ആണ് 1 യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെന്റ് മെഷേഴ്സ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്? അപ്പോൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? എന്താണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസിന്റെ പ്രത്യേകത? ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ആണ്. എന്താണ് അതിൻ്റെ ഐഡിയൽ വാല്യൂ? എന്താണ്? മെഗാ ഓം റേഞ്ച്. മെഗാ ഓം റേഞ്ചിലാണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. മെഗാ ഓം എന്ന് പറഞ്ഞാൽ എന്താ? 10⁻6 ഓം. 10⁻6 കിലോ ഓം അല്ല, അതിനും മേലെ. ഓക്കെ, അതാണ് 10⁻6 ആണ് മെഗാ ഓം റേഞ്ച്. ആ റേഞ്ചിലാണ് ഇൻസുലേഷൻ കൊടുത്തിരിക്കുന്നത് അല്ലേ? ഒരു വയറിന് ചുറ്റുമാണ് ഒരു ഇൻസുലേഷൻ. അപ്പോൾ ഇൻസുലേഷനിൽ അറിയാതെ നമ്മൾ തൊട്ടാലും നമുക്ക് ഷോക്ക് അടിക്കാൻ പാടില്ല. അത്രയും റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലേ നമുക്കത് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വയറിന് പുറത്ത് ഇൻസുലേഷൻ. അപ്പോൾ ഇൻസുലേഷൻ ഇസ് യൂസ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇത് രണ്ടും ചേർന്ന് വരുന്നതാണ് കേബിൾ. ഓക്കെ, അപ്പോൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഈ ഇത്രയും ഹൈ റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് മെഷർ ചെയ്യണമെങ്കിൽ അതിൻ്റെ മീറ്റേഴ്സ് വേണം. അപ്പോൾ അതിൻ്റെ മീറ്റർ ആയിട്ട് ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന വാട്ട് മീറ്റർ ആണോ? വാട്ട് മീറ്റർ എന്താ മെഷർ ചെയ്യാനാ? പവർ.
അടുത്ത മെഗർ ഇസ് എ മെഗാ ഓം മെഷറിംഗ് ഡിവൈസ്. ദെയർഫോർ മെഗർ ഇസ് ദ ആൻസർ. ഓക്കെ, അടുത്തത് CRO എന്ന് പറയുന്നത് എന്തിനാണ്? CRO എന്ന് പറയുന്നത് സിഗ്നൽ അനാലിസിസിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ സിഗ്നല് ഇങ്ങനെ CROയിൽ കൂടെ, അതായത് ഒരു നമുക്ക് ഡിസ്പ്ലേ തരും, ഒരു സ്ക്രീനിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും, ആ സിഗ്നലിനെ മനസ്സിലാക്കാൻ പറ്റും, ഒരു ഫ്രീക്വൻസി, ടൈം പീരീഡ്, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഇതാണ് എന്ത്? CRO, കാത്തോഡ് റേ ഓസിലോസ്കോപ്പ്. അടുത്ത് പൊട്ടൻഷ്യോമീറ്റർ. അപ്പോൾ CRO വെച്ചിട്ട് നമുക്ക് ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ആ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ എയും തെറ്റാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റേഴ്സ് ആൻഡ് ബ്രിഡ്ജസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. വളരെ കൺവെൻഷണൽ മെത്തേഡ് ഓഫ് മെഷറിംഗ് ആണ്, പക്ഷേ എന്നിരുന്നാലും ആക്യുറസി കൂടിയ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് പൊട്ടൻഷ്യോമീറ്റേഴ്സ് ആൻഡ് ബ്രിഡ്ജസ്. ഇതിൽ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത് ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് പൊട്ടൻഷ്യോമീറ്റേഴ്സ് ഉപയോഗിക്കുക. സോ ഈ ഓപ്ഷൻ തെറ്റാണ്. ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി, മെഗർ ഇസ് യൂസ്ഡ് ടു മെഷർ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓർ ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. അടുത്ത് വിച്ച് ഇൻസ്ട്രുമെൻറ്റ് മെഷേഴ്സ് ഫ്രീക്വൻസി മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ തന്നെ ആൻസർ ഉണ്ട്. ഇറ്റ്സ് ദ ഫ്രീക്വൻസി മീറ്റർ. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. അമ്മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കറണ്ട് മെഷർ ചെയ്യാൻ. വോൾട്ട് മീറ്റർ വോൾട്ടേജ്. മെഗർ ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. അടുത്ത് the moving coil instrument is suitable for measuring dash. Question: moving coil. ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റും മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റും. ഓക്കെ, മൂവിങ് കോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോയിലിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാവുന്നത്. മൂവിങ് അയൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയൺ പീസ്, സോഫ്റ്റ് അയൺ പീസിൻ്റെ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്ത്, സോഫ്റ്റ് അയൺ പീസിന് അട്രാക്ഷൻ ഉണ്ടാവാം, റിപ്പൾഷൻ ഉണ്ടാവാം, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, മൂവിങ് കോയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നാണ്. മൂവിങ് കോയിലിൻ്റെ പ്രത്യേകത, ഇവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ അത് കറണ്ടിന് പ്രപ്പോർഷണലാണ്. മൂവിങ് അയണിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ കറണ്ട്. അപ്പോൾ എന്താണ്? അപ്പോൾ ഒരിടത്ത് കറണ്ടിനാണ് പ്രപ്പോർഷണൽ. അപ്പോൾ നമ്മളിവിടെ ഒരു DC മെഷർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് ഒരു പർട്ടിക്കുലർ ഡിറക്ഷൻ ഓഫ് കറണ്ട് ഉണ്ട്. അതേസമയം ഒരു AC ആണ് എടുക്കുന്നതെങ്കിൽ എന്താണ്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ചേഞ്ചസ് പീരിയോഡിക്കലി. AC-യുടെ പ്രത്യേകത എന്താണ്? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ചേഞ്ചസ് പീരിയോഡിക്കലി. അതാണ് AC-യുടെ പ്രത്യേകത. അപ്പോൾ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും എന്തിനുണ്ട്? AC-ക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുമ്പോൾ എന്തായിരിക്കും? 0 ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ഒരു, അതായത് ആവറേജ് കറണ്ട് എടുത്തോട്ടെ, ആവറേജ് വോൾട്ടേജ് എടുത്തോട്ടെ, എല്ലാം എന്താണ്? 0 അപ്പോൾ അങ്ങനെ ഒരു ഡിവൈസ്, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I എന്ന് പറയുമ്പോൾ ആവറേജ് കറണ്ട് എന്താണ്? 0. അപ്പോൾ ഇവിടെ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റ് വെച്ച് മെഷർ ചെയ്താൽ അവിടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാവുമോ? ഇല്ല. അതേസമയം ഇവിടെ ശ്രദ്ധിച്ച മൂവിങ് അയണിൽ I². എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് വാല്യൂനെ സ്ക്വയർ ചെയ്യുമ്പോൾ അതൊക്കെ പോസിറ്റീവ് ആവും. അപ്പോൾ അവിടെ ഒരു വാല്യൂ ഉണ്ട്, ഡിഫ്ലക്റ്റ് ചെയ്യാൻ ഒരു വാല്യൂ ഉണ്ട്. Therefore, moving iron is used to measure AC, also DC. DC-ലും ഇത് നോർമലി വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യും. AC and DC. Moving coils instruments are used to measure DC only. അത് AC-ൽ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ആവറേജ് ടോർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി, DC only is the answer. ബോത്ത് AC ആൻഡ് DC വരുന്ന ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്? MI ഇൻസ്ട്രുമെൻറ്റ്. AC ഓൺലി ആയിട്ട് ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് വരും. ദെൻ ഹൈ ഫ്രീക്വൻസി AC അതല്ല, റോങ്. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ, മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്. അടുത്ത്, ദ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇൻ എ PMMC ഇൻസ്ട്രുമെൻറ്റ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു. ഇപ്പം നമ്മൾ കണ്ട കാര്യമുള്ളൂ, സ്ഥിരം ചോദിക്കുന്നതാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇൻ എ മൂവിങ് കോയിൽ.
ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് I. അപ്പോൾ ആ ഓപ്ഷൻ ഉണ്ടോ പറഞ്ഞേ? വോൾട്ടേജ് സ്ക്വയർ ഉണ്ട്, തെറ്റാ. കറണ്ട് ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. റെസിസ്റ്റൻസ് തെറ്റാണ്, ഫ്രീക്വൻസി തെറ്റാണ്. നെക്സ്റ്റ്, ദ പർപ്പസ് ഓഫ് ഡാമ്പിംഗ് ടോർക്ക്. ഡാമ്പിംഗ് ടോർക്കിൻ്റെ പർപ്പസ് എന്താണ്? ഏതൊരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിലും, ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിലും 3 ടോർക്കാണുള്ളത്. ഏതൊക്കെയാണെന്നൊന്ന് പറയാവോ? ഏതൊക്കെയാണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, രണ്ടാമത്തെ കൺട്രോളിംഗ് ടോർക്ക്. കൺട്രോളിംഗ് ടോർക്കിന് വേറൊരു പേരുണ്ട്, നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? കൺട്രോളിംഗ് ടോർക്ക് അഥവാ റീസ്റ്റോറിംഗ് ടോർക്ക്. ഓക്കെ, so you have a deflecting torque, controlling torque or restoring torque. മൂന്നാമത്തെ പേര് damping torque. ഓക്കെ, ഡാമ്പിംഗ് ടോർക്ക്. അപ്പോൾ ഫസ്റ്റ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, അതായത് ഇതാ നമ്മുടെ ഒരു പോയിൻ്റർ സ്കെയിൽ അറേഞ്ച്മെൻറ്റ്. ഇതിൽ ഫസ്റ്റ് 0, ഇപ്പോൾ 10 ആംസ് വരെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെന്ന് വെച്ചോ. നടുക്ക് 5 ആംപിയർ. അപ്പോൾ ഈ 0-യിലായിരിക്കുമല്ലോ പോയിൻ്റർ ഇരിക്കുന്നത്, പോയിൻ്റർ നീഡിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഡിഫ്ലക്റ്റ് ചെയ്ത് 5-ലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ആ ഡിഫ്ലക്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഓക്കെ, ഇനി ഡിഫ്ലക്റ്റ് ചെയ്ത് അടുത്ത മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഇത് 5-ൽ തന്നെ നിന്നാൽ പറ്റുമോ? മെഷർമെൻറ്റ് ആക്യുറേറ്റ് ആവുമോ? ഇല്ല. അത് 5 ആംപിയർ ഡിഫ്ലക്റ്റ് ചെയ്തു, തിരിച്ചെന്ത് ചെയ്യണം? മെഷർമെൻറ്റ് 0-ലോട്ടാവുമ്പോൾ അത് 0-യിലേക്ക് വരണം അല്ലേ? അപ്പം അങ്ങനെ ആ ഡിഫ്ലക്ഷനെ കൺട്രോൾ ചെയ്ത് തിരിച്ച് അതിൻ്റെ നൾ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നതാണ് കൺട്രോളിംഗ് ടോർക്ക്. ഓക്കെ, അപ്പോൾ കൺട്രോളിംഗ് ടോർക്ക് തിരിച്ച് ആ നൾ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ടാണ് അതിന് റീസ്റ്റോറിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. ബിക്കോസ് ഇറ്റ് റീസ്റ്റോർസ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ. ഓക്കെ, ഇനി അടുത്തത് ഡാമ്പിംഗ് ടോർക്ക്. ഡാമ്പിംഗ് ടോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൺട്രോളിംഗ് ടോർക്കായി ഡിഫ്ലക്റ്റിംഗ് ടോർക്കായി. ഇപ്പോൾ ഡാമ്പിങ്ങിൻ്റെ ധർമ്മം എന്താണ്? നോർമലി ഒരു പൊസിഷനിലേക്ക് ഡിഫ്ലക്റ്റ് ആയി കഴിഞ്ഞാൽ ആ പോയിൻ്റർ അവിടെ നിന്ന് ഓസിലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഓസിലേഷൻസ് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൻ്റെ സർക്യൂട്ടിൻ്റെ ഭാഗമായിട്ട്, വർക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ് അഥവാ അതിന് പറയുന്നത് ഓസിലേഷൻസ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു വാല്യൂവിൽ നിന്ന് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നോക്കുന്ന ആൾക്ക് കറക്റ്റായിട്ടൊരു വാല്യൂ കാണാൻ പറ്റില്ല അല്ലേ? നീഡിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഏതെന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ, നമുക്കൊരു വാല്യൂ കിട്ടണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഓസിലേഷൻസിനെ ഡാംപ് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യിക്കണം, ഓസിലേഷൻസിനെ അറസ്റ്റ് ചെയ്യണം. അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡാമ്പിംഗ് ടോർക്ക്. ഡാമ്പിംഗ് ടോർക്ക് അവോയ്ഡ്സ് ദ ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അവന് ഇക്വലൻ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ എ നോക്കാം, ഇൻക്രീസ് സെൻസിറ്റിവിറ്റി അല്ല. ഓപ്ഷൻ ബി, റെഡ്യൂസ് ഓവർ ഷൂട്ടിംഗ് ഓഫ് ദ പോയിൻ്റർ ഓർ ദ ഓസിലേഷൻസ് ഓഫ് ദ പോയിൻ്റർ. എങ്ങനെ വേണോ അത് പറയാം. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. റെഡ്യൂസ് ഓവർ ഷൂട്ടിംഗ്, റെഡ്യൂസ് ഓസിലേഷൻസ്, റെഡ്യൂസ് ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ്. ഓക്കെ, ഓപ്ഷൻ സി ഇൻക്രീസ് കറണ്ട് അല്ല. ഓപ്ഷൻ ഡി റെഡ്യൂസ് വോൾട്ടേജ് അല്ല. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഓക്കെ, അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഡി കറണ്ട് ഡാമ്പിംഗ് ഈസ് കോമൺലി യൂസ്ഡ്. എഡി കറണ്ട് ഡാമ്പിംഗ് എന്താണെന്ന് കണ്ടു കഴിഞ്ഞല്ലോ. അത് 3 മെക്കാനിസത്തിൽ കൂടി നമുക്ക് ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. സെക്കൻഡ് വൺ ഇസ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്. തേർഡ് വൺ ഇസ് എഡി കറണ്ട് ഡാമ്പിംഗ്. ഇതിൽ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻസിൽ ഉപയോഗിക്കുന്നത് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഫ്ലൂയിഡ് ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് അത് ഒരു പോർട്ടബിൾ ഇൻസ്ട്രുമെൻസിന് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഫ്ലൂയിഡ് ലീക്കേജ് വരും. ആയതുകൊണ്ട് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഈസ് സെൽഡം യൂസ്ഡ്, റെയർ ആയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. കോമൺ ആയിട്ട് വരുന്നത് എയർ ഫ്രിക്ഷൻ ഫോർ മൂവിങ് അയൺ, എഡി കറണ്ട് ഫോർ മൂവിങ് കോയിൽ. ഓക്കെ, നോർമലി പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽസിനാണ് എഡി കറണ്ട് ഡാമ്പിംഗ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് പെർമനന്റ് മാഗ്നറ്റ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞത്? കാരണം എഡി കറണ്ട് ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ദെയർ മസ്റ്റ് ബി എ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഡി കറണ്ട് ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ. ആ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കണമെങ്കിൽ അവിടെ എന്ത് വേണം?
യു നീഡ് എ പെർമനൻറ്റ് മാഗ്നറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ PMMC ഇൻസ്ട്രുമെൻറ്റ്സ്. വൈ? ബിക്കോസ് ഇറ്റ് ഗീവ്സ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. ഹോട്ട് വയർ എന്ന് പറഞ്ഞാൽ തെർമൽ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് വെച്ച് വർക്ക് ചെയ്യുന്നതാണ്. അവിടെ പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഉപയോഗിക്കുന്നില്ല. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ചാർജ് വെച്ച് വർക്ക് ചെയ്യുന്നത്. ചാർജ്, സ്റ്റാറ്റിക് ചാർജ്. ഡൈനാമോമീറ്റർ എന്ന് പറഞ്ഞാൽ 2 കോയിൽസ് ആണ് അവിടെ മെയിൻലി വർക്ക് ചെയ്യുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാക്കുന്നത്. സോ അതർ ദാൻ PMMC ഇൻസ്ട്രുമെൻറ്റ്സ്, MI ഇൻസ്ട്രുമെൻറ്റ്സിൽ ഉപയോഗിക്കുന്നത് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. നോട്ട് ചെയ്തോളാം. ഓക്കെ. സോ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതിൽ നിന്നും ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓരോ എക്സാമിൻ്റെ ഗ്രാവിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ അതിൻ്റെ ഒരു പോർഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കിയുള്ളത് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സസിൽ ഇരുന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കോഴ്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.